ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി ഇപ്പോൾ 2026 റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത കെൻ നായകനായ യൂത്ത് എന്ന തമിഴ് മൂവിയാണ്. ഒരു സാധാരണ പയ്യന്റെ കുസൃതികളും പ്രണയപരാജയങ്ങളും ഒടുവിൽ അവൻ നേടുന്ന വലിയൊരു വിജയവുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ ഒരു മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മൂവിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വരൂ മൂവിയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് 2014 സരോജയുടെയും ഉണ്ണികൃഷ്ണന്റെയും മകനും നമ്മുടെ നായകനുമായ പ്രവീണിന്റെ 10ാം ക്ലാസ് എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു അന്ന്. വെളുപ്പിനെ തന്നെ സരോജ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടാണ് പ്രവീണിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ പ്രവീണിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് അവൻ പാസ്സാകുമെന്ന് അയാൾക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലൊന്നും മര്യാദക്ക് ശ്രദ്ധിക്കാതെ നടക്കുന്ന പയ്യനായിരുന്നു നമ്മുടെ പ്രവീൺ. എന്നാൽ അവന്റെ അമ്മയെ സംബന്ധിച്ച് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. തന്റെ മകനിലെ അവർക്ക് അത്രയധികം വിശ്വാസമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണന്റെയും സരോജയുടെയും പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സരോജയുടെ വീട്ടുകാർ ആരും തന്നെ ഇവരുമായിട്ട് ഒരു സഹകരണവുമില്ല. ഉണ്ണികൃഷ്ണനെ പോലെ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളെ സരോജ വിവാഹം കഴിച്ചതിന്റെ പേരിലായിരുന്നു വീട്ടുകാർ സരോജയിൽ നിന്നും അകന്നത്. വിവാഹത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പ്രവീൺ ഉണ്ടാകുന്നത്. പ്രവീൺ ജീവിതത്തിൽ വന്നതോടുകൂടി സരോജ എപ്പോഴും അവന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഒരു മുട്ട പൊരിച്ചാൽ പോലും ആദ്യം അവന് കൊടുക്കും. ഉണ്ണികൃഷ്ണൻ പലപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നില്ല. പ്രവീൺ ജനിക്കുന്നിടം വരെ സരോജ ഉണ്ണികൃഷ്ണനെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രവീണിന്റെ ജനനത്തോടുകൂടി ആ സ്നേഹം തന്റെ മകനിലേക്ക് പോയതും തന്നെ പലപ്പോഴും സരോജ ശ്രദ്ധിക്കാതിരിക്കുന്നതൊക്കെ ഉണ്ണികൃഷ്ണനിൽ പരിഭവത്തിന് കാരണമായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് സരോജയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സരോജയെ ഇയാൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആൻഡ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ പ്രണയിച്ചിരുന്നു. പക്ഷേ ആൻഡ്രിയയ്ക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. അവൾ പറയുന്ന ഇംഗ്ലീഷ് ഉണ്ണികൃഷ്ണന് മനസ്സിലാകാത്ത കാരണം ആ പ്രണയം പൊളിഞ്ഞുപോയി. അതുകൊണ്ട് എപ്പോൾ മദ്യപിച്ച് വന്നാലും അറിയാവുന്ന ഇംഗ്ലീഷിൽ അയാൾ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. തനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും തന്നെ കളിയാക്കുന്നതെന്നും അയാൾ പറയും. അങ്ങനെ സരോജ പോയി പ്രവീണിന്റെ റിസൾട്ട് നോക്കുമ്പോൾ അവൻ പാസ്സായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ അത് വിശ്വസിക്കാനേ പറ്റിയില്ല. മകൻ പാസ്സായില്ലെങ്കിൽ തന്റെ ബേക്കറിയിൽ അവനെ നിർത്താമെന്നാണ് ഉണ്ണികൃഷ്ണൻ കരുതിയത്. അയാൾ എപ്പോഴും അവനെ ഇങ്ങനെ പുച്ഛിക്കുന്നത് കാരണം പ്രവീണിന് അയാളോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഇവർ എപ്പോഴും വഴക്കായിരുന്നു. വേറെ ആർക്കും പ്രവീണിനെ പറ്റി ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലും അവന്റെ അമ്മയ്ക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. 10ാം ക്ലാസ് വരെ അവൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ അവനെ +1 ചേർക്കാൻ സരോജ ചെല്ലുന്നു. എന്നാൽ ആ പ്രിൻസിപ്പൽ സരോജയോട് പറയുന്നുണ്ട്, ഇത്രയും കാലം ഇവനെ സഹിച്ചത് ഞങ്ങളൊക്കെ അറിയൂ, ഇനി ഇവിടെ തന്നെ ഇവനെ ചേർത്താൻ പറ്റില്ല. പക്ഷെ സരോജ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തത് കാരണമാണ് അവൻ അവിടെ വീണ്ടും അഡ്മിഷൻ കിട്ടുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അവന് TC കൊടുത്ത് പറഞ്ഞു വിടുമെന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. പ്രവീണിന് പഠിത്തത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ലെങ്കിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ അവന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒരുപാട് പെൺകുട്ടികളെ അവൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവനോട് നോ ആണ് പറഞ്ഞിട്ടുള്ളത്. അവനെ പോലെ ഒരു പയ്യനെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വരെ അവന് തോന്നി തുടങ്ങിയിരുന്നു. പ്രവീണിന് 3 ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇവർ 3 പേരുമായിരുന്നു അവൻ കാണിക്കുന്ന എല്ലാ തല്ലിപ്പൊളിത്തരത്തിലും കൂട്ടുനിൽക്കുന്നത്. ഇവരുടെ ക്ലാസ്സിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു കനക. ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാതിരിക്കുന്ന സമയത്ത് ബഹളമുണ്ടാക്കുന്ന പ്രവീണിന്റെയും കൂട്ടുകാരുടെയും പേര് പലപ്പോഴും ടീച്ചേഴ്സിനോട് അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് കനകയായിരുന്നു. ടീച്ചേഴ്സ് ഹോംവർക്ക് ചോദിച്ചില്ലെങ്കിൽ പോലും കനക അവരെ അത് പറഞ്ഞു ഓർമ്മിപ്പിക്കും. അതൊക്കെ കൊണ്ട് പ്രവീണും കൂട്ടർക്കും കനകയോട് കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കനക ടീച്ചർ ഓർമ്മിപ്പിച്ചത് കാരണം ഹോംവർക്ക് ചോദിക്കുകയും ഇവർ ചെയ്യാത്തത് കാരണം ഇവരെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ 4 പേരും ക്ലാസ്സിന് പുറത്ത് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ഡിവിഷനിലെ ഒരു പെൺകുട്ടിയെ ടീച്ചർ വഴക്ക് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി നിർത്തുന്നത്. അവളുടെ പേര് പ്രശീത എന്നായിരുന്നു. സ്ഥിരമായിട്ട് പ്രശീതയും പ്രവീണും കൂട്ടരും ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുന്നത് കാരണം ഇവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടുന്നു. പ്രവീണിനെ പ്രശീതയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പലപ്പോഴും പുറത്ത് നിൽക്കുന്ന സമയത്തെല്ലാം അവൻ അവൾക്ക് സ്നാക്സ് കൊടുക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ പ്രശീത മാത്രമേ പുറത്തുണ്ടാകൂ. അപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടാക്കി പ്രവീൺ തന്റെ കൂട്ടുകാരുടെ കൂടെ പുറത്തിറങ്ങും. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രവീൺ ആകട്ടെ അവളോട് പറയുന്നുണ്ട്, പുറത്തിങ്ങനെ നിൽക്കാതെ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാമെന്ന്. എന്നാൽ അവന്റെ കൂട്ടുകാർ പറയുന്നത് നീ വിളിച്ചാലൊന്നും അവൾ വരില്ല എന്ന്. പക്ഷെ പ്രവീൺ പ്രതീക്ഷിക്കാതെ അവൾ അവന്റെ കൂടെ ചെല്ലുന്നു. അവൾക്ക് എഗ് പപ്സ് വളരെ ഇഷ്ടമായിരുന്നു. തന്റെ അച്ഛന്റെ ബേക്കറിയിൽ നിന്ന് ഞാൻ നിനക്ക് സ്ഥിരമായിട്ട് കൊണ്ടുതരാമെന്ന് പ്രവീൺ പറയുന്നു. അങ്ങനെ പ്രത്യേകം അവന്റെ ബേക്കറിയിൽ പറഞ്ഞു ചെയ്യിപ്പിച്ച് ലവ് ആകൃതിയുള്ള പപ്സ് വരെ അവൻ അവൾക്ക് കൊണ്ടുകൊടുക്കുന്നു. പ്രവീൺ പതിയെ അവളെ പ്രണയിക്കാൻ ആരംഭിച്ചു. പ്രശീതയ്ക്കും തന്നെ ഇഷ്ടമാണെന്നാണ് അവനും വിചാരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണികൃഷ്ണന്റെ അടുത്ത് സരോജ പറയുന്നുണ്ട്, തന്റെ സഹോദരന്റെ വീടിന്റെ പാൽക്കാച്ചൽ ക്ഷണക്കത്ത് തന്നിട്ടുണ്ട് എന്ന്. അവരുടെ വീട്ടിലെ ഡ്രൈവറിന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. ഉറപ്രകാരം വന്ന് വിളിച്ചതുമില്ല. ഇതറിഞ്ഞതോടെ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, പോകേണ്ട കാര്യമുണ്ടോ എന്ന്. അവര് തിരക്കായത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വിളിച്ചത്. എന്താണെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായതല്ലേ, നമുക്ക് എന്തായാലും പോകണമെന്ന് പറയുന്നു. സരോജയ്ക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതിയിട്ട് ഉണ്ണികൃഷ്ണൻ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി സരോജയും കൂട്ടി സരോജയുടെ ബ്രദറിന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ശരിക്കും അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വിളിച്ചതെന്ന്. ഇവരോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരെയും സ്വീകരിക്കുകയും അവരുടെ കൂടെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയ്ക്കും ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷണക്കത്തിന് പോലും അയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് ഉണ്ണികൃഷ്ണൻ സരോജയോട് പറയുന്നു. അവിടെ നിന്നും തിരിച്ചെത്തിയ സരോജയാകട്ടെ ഒരുപാട് സങ്കടത്തിലായിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ സരോജയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ നിനക്ക് സ്വന്തക്കാരെയെല്ലാം നഷ്ടപ്പെട്ടത്, അല്ല
അല്ലായിരുന്നുവെങ്കിൽ അതേപോലെ വലിയ വീട്ടിൽ നല്ലൊരാളുടെ വൈഫൊക്കെ ആയിട്ട് നിനക്ക് താമസിക്കാമായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞപ്പോൾ സരോജ പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫിന്റെ ആവശ്യമില്ല എന്ന്. ഉണ്ണികൃഷ്ണന്റെ കൂടെയുള്ള ലൈഫിൽ സരോജ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. നമുക്കിപ്പോൾ അത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മകൻ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ സമയം പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാതെ പ്രവീണാകട്ടെ പ്രശീതയോട് എങ്ങനെ പ്രണയം തുറന്നു പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം പ്രശീതയാകട്ടെ അവനോട് വന്ന് പറയുന്നുണ്ട്, എല്ലാവരും നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി സ്കൂളിൽ വെച്ച് നീ എന്നോട് സംസാരിക്കേണ്ട എന്ന്. അത് കേട്ടതോടെ പ്രവീണ് മനസ്സിലായി താൻ അവളെ പ്രണയിക്കുന്ന പോലെ അവൾ തന്നെ പ്രണയിക്കുന്നില്ല എന്ന്. അവൻ തന്റെ ഫ്രണ്ട്സിനോട് ആവശ്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പ്രശീത അങ്ങനെ പറഞ്ഞത് കാരണം അന്ന് സ്കൂളിൽ വെച്ചിട്ട് അവൻ പിന്നെ അവളോട് മിണ്ടാനും പോയില്ല. സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ പ്രശീത തന്റെ ഫ്രണ്ട് അനുവിന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം മണിയെന്നും മുകേഷ് എന്നും പറയുന്ന രണ്ടുപേർ അവിടേക്ക് വരുന്നു. ഈ മണിക്ക് പ്രശീതയെ ഇഷ്ടമാണ്. മണി കോളേജിൽ പഠിക്കുന്ന പയ്യനായിരുന്നു. പ്രശീതമായിട്ടുള്ള അവന്റെ ലവ് എങ്ങനെയെങ്കിലും സെറ്റാക്കി കൊടുക്കാൻ മണി അനുവിനോട് പറയുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പ്രണയം സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ മണിയുടെ ഫ്രണ്ട് മുകേഷുമായിട്ട് അനുവിന്റെ പ്രണയം സെറ്റാകും. കാരണം അനുവിന് മുകേഷിനെ ഇഷ്ടമാണ്. അതുകാരണം മുകേഷിനെ സ്വന്തമാക്കാൻ പ്രശീതയും മണിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അനു പോയി പ്രശീതയോട് സംസാരിക്കുന്നു. മണിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അനു പ്രശീതയോട് പറഞ്ഞതും പ്രശീത പറയുന്നുണ്ട്, എനിക്ക് അവനെ ഒന്നും ഇഷ്ടമല്ല എന്ന്, എനിക്ക് ഓൾറെഡി വേറെ ആളുണ്ടെന്ന്. അത് ആരാണെന്ന് അനു ചോദിക്കുമ്പോൾ പ്രശീത പറയുന്നുണ്ട്, തനിക്ക് ഇഷ്ടം പ്രവീണയാണെന്ന്. അനു അതേപോലെ പോയി മണിയുടെ അടുത്ത് പറഞ്ഞു. മണിയും മുകേഷും കൂടി പ്രവീണിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രശീതയ്ക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത്, നീ ഒരു കാരണവശാലും അവളുമായിട്ട് റിലേഷൻഷിപ്പിലാകാൻ പാടില്ല. ആ സമയമാണ് പ്രവീണിന് മനസ്സിലാകുന്നത് പ്രശീതയ്ക്ക് ശരിക്കും തന്നെ ഇഷ്ടമാണെന്ന്. അവൻ പോയി പ്രശീതയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോഴാണ് പ്രശീത പറയുന്നത്, സ്കൂളിൽ ഒരു സംസാരം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ് അവിടെ വെച്ച് നീ എന്നോട് മിണ്ടാൻ വരണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓൾറെഡി നിന്നെ ഇഷ്ടമാണ്. അവൾ അവനോട് ഐ ലവ് യു എന്നും പറയുന്നു. അതോടെ നമ്മുടെ പ്രവീൺ ഒരുപാട് ഹാപ്പിയായി. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് കാണുകയും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായതോടുകൂടി അനു ആകെ സങ്കടത്തിലായി. അനു തന്റെ ഫ്രണ്ട് നവ്യോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പ്രശീതയെയും പ്രവീണയും തമ്മിൽ അകറ്റണം. പ്രശീതയെ മണിക്ക് സെറ്റാക്കി കൊടുത്തെങ്കിൽ മാത്രമേ മണിയുടെ ഫ്രണ്ട് മുകേഷ് തന്റെ കൂടെ റിലേഷൻഷിപ്പിലാകൂ. അങ്ങനെ ഇവരെ തമ്മിൽ എങ്ങനെ അകറ്റാമെന്ന് നവ്യയും അനുവും പ്ലാൻ ഇടുകയാണ്. അതിന്റെ ഇടയ്ക്ക് മണിയും മുകേഷും ചേർന്നിട്ട് പ്രവീണിനെ ഭീഷണിപ്പെടുത്താൻ ഒന്നും കൂടി വരുന്നുണ്ട്. എന്നാൽ ആ സമയം പ്രവീണിന്റെ സുഹൃത്താകട്ടെ ഇവരെല്ലാവരെയും അടിക്കുന്നു. അവൻ അത്യാവശ്യം കരാട്ടയൊക്കെ അറിയാമായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഇവർ തമ്മിൽ പിരിയുന്നില്ല എന്ന് കണ്ടതോടുകൂടി അനുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് പ്രശീതയാകട്ടെ പ്രവീണോട് പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്ക് താൻ ലീവായിരിക്കുമെന്ന്. ഇനി കൾച്ചറൽസ് പ്രോഗ്രാമിന്റെ അന്ന് മാത്രമേ താൻ വരൂ. ഗ്രാമത്തിലുള്ള മുത്തശ്ശിക്ക് സുഖമില്ലാത്തത് കൊണ്ടാ ഈ ഒരാഴ്ചത്തേക്ക് പോകുന്നത്. നിന്നെ വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരിക്കും, പക്ഷേ ഫേസ്ബുക്കിൽ ഞാൻ മെസ്സേജ് അയക്കാമെന്ന് അവൾ പറയുന്നു. തമ്മിൽ കാണാതിരിക്കുന്നത് കാരണം അവന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ പ്രശീത ഗ്രാമത്തിലേക്ക് പോയി. പ്രശീത ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മെസ്സേജിന് വെയിറ്റ് ചെയ്യുകയായിരുന്നു പ്രവീൺ. അവൻ ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള കഫേയിൽ വന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്യും. എന്നാൽ അവളുടെ മെസ്സേജ് ഒന്നും വന്നില്ല. പക്ഷെ പകരം ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റ് വന്നു. സോണൽ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഇങ്ങോട്ട് വന്ന ഒരു റിക്വസ്റ്റ് കണ്ടപ്പോൾ അവന്റെ ഫ്രണ്ട്സും കൂടെ പറഞ്ഞത് കാരണം അവൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇന്ന് വരെ അവൻ അങ്ങോട്ട് അയച്ച മെസ്സേജ് പോലും ആരും നോക്കാറില്ലായിരുന്നു. അപ്പോഴാണ് അവനെ തേടി ഒരു പെൺകുട്ടി വന്നിരിക്കുന്നത്. ഞാനും നിന്റെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. കുറച്ചു കാലമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് സോന പറയുന്നു. ഇത് ഏത് പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലായില്ല. നീ പറയുന്നത് സത്യമാണെങ്കിൽ നാളെ ക്യാൻറ്റീനിലേക്ക് വരണമെന്ന് പ്രവീൺ സോനലിനോട് മെസ്സേജ് അയക്കുന്നു. എന്നാൽ ഇവന്റെ കൂട്ടുകാരെല്ലാം ഇവനോട് പറയുന്നത് അത് ഏതെങ്കിലും പയ്യന്മാരായിരിക്കും, നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. കാരണം സോനലിന്റെ ഒരു പിക്ചറോ അതിലുണ്ടായിരുന്നില്ല. പേര് മാത്രം കണ്ടിട്ടാണ് അവൻ പെൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചത്. പിറ്റേന്ന് ക്യാൻറ്റീനിൽ ഇതിന്റെ പേര് പറഞ്ഞ് കൂട്ടുകാരുമായി തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സോനൽ അവിടേക്ക് വരുന്നത്. പ്രവീണിന് അവളെ കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ നല്ല സുന്ദരിയായിരുന്നു. ഇങ്ങനെ ഒരു പെൺകുട്ടി താൻ അറിയാതെ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞതോടുകൂടി പ്രവീൺ ആ നിമിഷം ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ സോണലാകട്ടെ അവനോട് പറയുന്നുണ്ട്, ഫേസ്ബുക്ക് ഡിപിയിൽ ഉള്ളതിനേക്കാൾ നീ നേരിട്ട് കാണാൻ ഒരുപാട് സുന്ദരനാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന്. പ്രവീൺ സോണലിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നീ ഓൾറെഡി പ്രശീതയുമായിട്ട് പ്രണയത്തിലല്ലേ, അവൾ ഗ്രാമത്തിൽ പോയിരിക്കുന്നു എന്ന് കരുതിയിട്ട് നീ എന്തിനാ ഇപ്പോൾ സോണലുമായിട്ട് കറങ്ങി നടക്കുന്നതെന്ന്. എന്നാൽ താൻ അതൊന്നും മറന്നിട്ടില്ല എന്നും സോണലിന്റെ അടുത്ത് താൻ ഇതുവരെയും എനിക്ക് അവളെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. പക്ഷെ അവളോട് നീ എന്താ നോ പറയാത്തെ എന്ന് ആ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, എനിക്ക് അവളോട് നോ പറയാൻ പറ്റുന്നില്ല എന്ന്. ഒരുപാട് പെൺകുട്ടികളുടെ നോ കേട്ടിട്ടുള്ള ഞാൻ അത് എത്രത്തോളം വിഷമമുണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെട്ടെന്ന് നോ പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പതിയെ പറഞ്ഞുകൊള്ളാമെന്നാണ് പ്രവീൺ പറയുന്നത്. പ്രശീത പോലും പ്രവീണിനെ സോനൽ നോക്കുന്ന പോലെ നോക്കിയിട്ടില്ല. സോനലിന്റെ കണ്ണിൽ ഞാൻ ഒരുപാട് പ്രണയം കാണുന്നുണ്ടെന്നൊക്കെ പ്രവീൺ പറയുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞ് കൾച്ചറൽസ് പ്രോഗ്രാമിന്റെ അന്ന് പ്രശീത തിരിച്ചെത്തി. നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പ്രശീത പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സോണൽ വന്ന് പ്രവീണിനെ വിളിക്കുന്നുണ്ട്. അതെന്റെ ഫ്രണ്ടാണെന്ന് പ്രവീൺ പറയുന്നുണ്ട്. എന്നാൽ നീ പോയി സംസാരിച്ചിട്ട് വരാൻ പ്രശീത പറയുന്നു. അങ്ങനെ പ്രവീൺ സോണലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന അനുവും നവിയുമാകട്ടെ പ്രശീതയോട് വന്ന് പറയുന്നുണ്ട്, ആ നിൽക്കുന്ന പ്രവീണും സോനാൽ തമ്മിൽ നല്ല മാച്ചാണെന്ന്. അവരെ
കണ്ടിട്ട് ഫ്രണ്ട്സ് ആണെന്നും തോന്നുന്നില്ല. നീയും പ്രവീണും തമ്മിൽ അത്ര മാച്ച് ഒന്നുമില്ല. പ്രവീണിന്റെ ചേച്ചിയായിട്ടാണ് നിന്നെ കണ്ടാൽ തോന്നുന്നത്. ചിലപ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കാം, നിന്നെ വിട്ടിട്ട് സോനാലിന്റെ കൂടെ സെറ്റ് ആകണമെന്ന്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയുന്നു. ഇവരിങ്ങനെ പറഞ്ഞതോടുകൂടി പ്രസീതയും ആ ഒരു രീതിയിൽ അവരെ രണ്ടുപേരെയും നോക്കുന്നു. അവർ വളരെ ക്ലോസ് ആയിട്ട് നിന്നായിരുന്നു സംസാരിക്കുന്നത്. എന്നാലും പ്രവീൺ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് പ്രസീത വിശ്വസിക്കുന്നത്. പിറ്റേന്ന് പ്രവീണും കൂട്ടരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ക്ലാസ്സിലുള്ള സോണലാകട്ടെ പ്രവീണിനെ കാണാൻ അവിടേക്ക് വരുന്നു. അവൻ കൊണ്ടുവന്ന ഫുഡ് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും തന്റെ കയ്യിൽ പെയിന്റ് ആണ് എന്റെ വായിൽ വെച്ച് തരുമോ എന്ന് അവൾ ചോദിച്ചതും അവന്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ പ്രവീണിനെ നോക്കുകയാണ്. അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ പ്രവീണാകട്ടെ സോനാലിന് ആഹാരം വാരി കൊടുക്കുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ജനലിന് പുറത്ത് പ്രസീത നിൽപ്പുണ്ടായിരുന്നു. നവ്യയും അനുവും അവളോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നോട് പറഞ്ഞത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന്. അവൻ നിന്നെ എന്തായാലും ചതിക്കുമെന്ന്. ദേഷ്യം വന്ന പ്രസിദ്ധിയാകട്ടെ പ്രവീണിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആ സോണലിന് ആഹാരം വാരി കൊടുത്തോ എന്ന്. ആ ചെയ്തു എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ആകെ ദേഷ്യത്തിലായി. എന്നാൽ അവൻ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ സോണലുമായിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന്. പ്രസീത അവനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ എനിക്കും അതേപോലെ വാരി തരാൻ. അവൻ അവൾക്കും അതേപോലെ വാരി കൊടുക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ വാരി കൊടുക്കുന്നത്? ഞാൻ ഇതുപോലെ എന്തെങ്കിലും പയ്യന്മാർക്ക് ആഹാരം വാരി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അല്ല എന്ന് പ്രവീൺ പറയുന്നു. ഇനി നീ ആ സോനാലുമായിട്ട് സംസാരിക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് അവൾ പറയുന്നു. ഞാൻ സംസാരിക്കില്ല എന്ന് പ്രവീണും പറയുന്നു. പോകുന്നതിന് മുമ്പ് പ്രസീത പറയുന്നുണ്ട്, നിന്നെ കുറിച്ച് ഓൾറെഡി ആ പെമ്പിള്ളേരൊക്കെ എന്നോട് മോശമാ പറയുന്നത്. പക്ഷെ നീ അങ്ങനെയൊന്നുമല്ല എന്ന് എനിക്കറിയാമെന്ന്. തങ്ങളെ കുറിച്ചാണ് പ്രസീത അവളോട് പറയുന്നതെന്ന് അനുവിനും നവ്യയ്ക്ക് മനസ്സിലായി. അങ്ങനെ അനുവിന്റെയും നവ്യയുടെയും ഈ പ്ലാൻ ഫെയിലായി. ഇവർ തമ്മിൽ പിരിഞ്ഞില്ല. സോനാലിനോട് സംസാരിക്കരുതെന്ന് പ്രസീത പറഞ്ഞത് കാരണം അന്ന് രാത്രി തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ആ റോഡിൽ വെച്ചിട്ട് സോനാലിനെ കാണാൻ പ്രവീൺ തീരുമാനിച്ചു. സോനാലിനോട് നോ പറയാനായിരുന്നു അവന്റെ തീരുമാനം. വളരെ കഷ്ടപ്പെട്ട് അവളുടെ അടുത്ത് പോയി നോ പറയാൻ തുടങ്ങിയതും അവളാകട്ടെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് ഇനി നിനക്ക് പറയാനുള്ളത് പറയാൻ പറയുന്നു. അവളുടെ ലിപ്പ് അവന്റെ ലിപ്പിന്റെ അടുത്ത് തന്നെയായിരുന്നു. ആ നിമിഷം പ്രവീണിന് ഒന്നും പറയാൻ തോന്നിയില്ല. അവൻ പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. പിന്നെയും ധൈര്യം സംഭരിച്ച് അവളോട് നോ പറയാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ആ ഒരു ഷോക്കിൽ അവൻ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സമയം അത് കണ്ടുകൊണ്ട് അവിടേക്ക് നവ്യയും അനുവും വരുന്നുണ്ട്. നിന്റെ കള്ളത്തരം ഞങ്ങൾ കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് പ്രവീൺ ചോദിക്കുമ്പോഴാണ് ഇവരുടെ ബാക്കിലായിട്ട് പ്രസീത വരുന്നത് കാണുന്നത്. പ്രവീണിനെയും സോനാലിനെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട പ്രസീതയാകട്ടെ ആകെ തകർന്നു പോയി. അനുവും നവ്യയും പറഞ്ഞത് ശരിയാണെന്ന് അവൾ വിശ്വസിച്ചു. പ്രവീൺ അവളോട് നീ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നുമല്ല എന്ന് പറയാൻ ചെന്നെങ്കിലും പ്രസീത പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ നിന്നെ കുറിച്ച് ഒരുപാട് മോശം പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, പക്ഷെ നീ എന്നെ ചതിച്ചു. എന്നാൽ പ്രവീൺ പറയുന്നുണ്ട്, നീ എന്നെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല എന്ന്. അവൾ എന്നെ കുറെ നാളായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അവളോട് ഇതുവരെ യെസ് പറഞ്ഞിട്ടില്ല. നിന്റെ ആ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട് നീ എന്നെ ഓൾറെഡി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയല്ലേ. ഞാൻ നിന്നെ കുറിച്ച് എങ്ങനെയൊന്നുമല്ല വിചാരിക്കുന്നത്. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തവണ പോലും നിന്നെ ചതിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇന്ന് അവളോട് നോ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അവളാണ് എന്നെ കെട്ടിപ്പിടിച്ചത്. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതോടുകൂടി പ്രസീതയ്ക്ക് ആകെ സങ്കടമായി. പക്ഷെ നിനക്കിനി ഒരു ചാൻസ് തരില്ല എന്ന് പ്രസീത പറഞ്ഞതോടുകൂടി എന്നെ ഇത്രയധികം തെറ്റിദ്ധരിച്ച ഇത്രയധികം വിശ്വാസമില്ലാത്ത നിന്റെ കൂടെ റിലേഷൻഷിപ്പിലാകുന്നതിനേക്കാൾ നല്ലത് കുറെ കാലങ്ങളായിട്ട് ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്ന സോനാലിനെ തന്നെ ഞാൻ സ്വീകരിക്കുന്നതാണെന്ന് പ്രവീൺ പറയുന്നു. അങ്ങനെ അവൻ തിരിഞ്ഞ് സോനാൽ എന്ന് വിളിക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നത്. ഈ സോനാൽ അനുവിന്റെയും നവ്യയുടെ ഫ്രണ്ടായിരുന്നു. പ്രസീതയെയും പ്രവീണിനെയും അകറ്റാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു ഇതെല്ലാം. അല്ലാതെ സോനാലിന് പ്രവീണിനോട് ഇഷ്ടമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രവീണിന്റെ കാര്യം ഇപ്പോൾ കഷ്ടത്തിലായി. ഉണ്ടായിരുന്ന പ്രസീതയും പോയി. അവൻ പ്രതീക്ഷിച്ച സോനാലും അവനെ ഉപേക്ഷിച്ചു. പ്രവീൺ എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെയാണ് കാണിക്കുന്നതും അവനെ സ്നേഹിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അനുവും കൂട്ടരും പ്രസീതയോട് പറയുന്നുണ്ട്. നിന്നെ ചതിച്ച സ്ഥിതിക്ക് നീ എന്തായാലും അവനെ അടിക്കണമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ദേഷ്യത്തിൽ പ്രസീത വന്ന് പ്രവീണിന്റെ മുഖത്തടിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ആ റോഡിലൂടെ അവന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ വരുന്നത്. പ്രസീത അവന്റെ മുഖത്തടിക്കുന്നത് അയാളും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പെൺകുട്ടികളും പ്രവീണിനെ ഇട്ടിട്ട് പോയതിനേക്കാൾ അവന് വിഷമം പെൺപിള്ളേരുടെ കയ്യിൽ നിന്ന് അവൻ അടി വാങ്ങുന്നത് അവന്റെ അച്ഛൻ നേരിട്ട് കണ്ടതായിരുന്നു. വീട്ടിലെത്തിയ അവനാകട്ടെ ആകെ ടെൻഷനിലായിരുന്നു. അച്ഛനിതൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് അവൻ ചിന്തിച്ചു. എന്നാൽ അമ്മയുടെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായി അവന്റെ അച്ഛൻ ഇതൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അതിനുശേഷം അവന്റെ അച്ഛനാകട്ടെ അവനെ പല രീതിയിലും പേടിപ്പിക്കാൻ തുടങ്ങി. അയാൾ പറയുന്ന പല ജോലികളും ചെയ്തില്ലെങ്കിൽ റോഡിൽ വെച്ച് നടന്ന കാര്യം നിന്റെ അമ്മയെ അറിയിക്കുമെന്ന് പറയുന്നു. അതോടെ അവനൊന്നും മിണ്ടാതെ അവന്റെ അച്ഛൻ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അയാൾ അവനെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കുകയും ബേക്കറിയിൽ പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ആ സോനലായിരുന്നുവെന്ന് പ്രവീണിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് അവർ ചിന്തിച്ചിരുന്നു. അതിനിടയ്ക്കാണ് അവരുടെ സ്കൂളിൽ നിന്ന് എല്ലാവരും ആലപ്പുഴയ്ക്ക് ടൂർ പോകുന്നത്. ടൂർ പോകുന്ന സമയത്തെല്ലാം തന്നെ സോനാലിനെയും പ്രസീതയെയും അവരുടെ ഫ്രണ്ട്സിനെയും എല്ലാം തന്നെ പ്രവീണും കൂട്ടരും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളിയാക്കിക്കൊണ്ടേയിരുന്നു. പ്രവീണിന്റെയും കൂട്ടരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ സോനാലിന് ആ ടൂർ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രി അവളിരുന്ന് കരയുന്നത് കണ്ടിട്ട് അതുവഴി പോയ കനകവല്ലിയാകട്ടെ അവളോട് കാര്യം അന്വേഷിക്കുന്നു. പ്രവീണും കൂട്ടരും തന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതും കനക പോയി പ്രവീണിനോട് വഴക്കുണ്ടാക്കുന്നു. എന്നാൽ പ്രവീൺ പറയുന്നുണ്ട്, അവൾ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. അവൾ എന്തൊക്കെ ചെയ്താലും ശരി, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല എന്നാണ് കനക പറയുന്നത്. അങ്ങനെ കനകയുമായിട്ട് പ്രവീൺ വഴക്കിടുന്നു. ഇവരുടെ +1 ജീവിതം കഴിഞ്ഞ് +2 കടക്കുകയാണ്.
നടക്കുകയാണ്. പ്രിൻസിപ്പാൾ ഇത്തവണ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെല്ലാവരും TC കൊടുത്ത് പറഞ്ഞുവിടുമെന്ന് പറയുന്നു. ക്ലാസ്സിലിരുന്ന് പ്രവീണും കൂട്ടരും അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുകയായിരുന്നു. ആ സമയത്ത് കനക അവനോട് പറയുന്നുണ്ട്, ഈ ക്ലാസ്സിൽ നിങ്ങൾ മാത്രമല്ല ഉള്ളത്, ഞങ്ങളും കുറച്ച് പേരുണ്ടെന്ന്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, മിണ്ടാതിരിക്കാൻ അവൾ പറയുന്നു. തന്നോട് അങ്ങനെ ആരെങ്കിലും മിണ്ടാതിരിക്കാൻ പറയുന്നത് പ്രവീണിന് ഇഷ്ടമായിരുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നതാകട്ടെ അവൾ തന്റെ അച്ഛന്റെ ഫോട്ടോ എല്ലാവരെയും കാണിക്കുന്നതായിരുന്നു. അവളുടെ അച്ഛന്റെ തലയിൽ മുടി ഉണ്ടായിരുന്നില്ല. അവൻ അതും പറഞ്ഞ് അവളെ കളിയാക്കുന്നു. തന്റെ ഫ്രണ്ട്സിനോട് അത് പറയുന്നു. പ്രവീണിന്റെ ഫ്രണ്ട്സും വന്ന് അവളെ ഒരുപാട് കളിയാക്കുന്നതോടുകൂടി അവൾ കരയാൻ തുടങ്ങി. ക്ലാസ്സിൽ സാർ വന്നപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതോടെ പ്രവീണും കൂട്ടരും ആകെ ടെൻഷനിലായി. സാറിനോട് ഇവൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിൻസിപ്പാളിന്റെ കയ്യിൽ നിന്ന് അവർക്ക് അടി കിട്ടും. എന്നാൽ സാർ ചോദിച്ചപ്പോൾ പ്രവീണിനെയും കൂട്ടരെയും ഒന്ന് കാട്ടിക്കൊടുക്കാതെ എന്താ സംഭവിച്ചതെന്ന് പറയാതെ അവൾ പറയുന്നത് തനിക്ക് തലവേദനയാണ്, മെഡിക്കൽ റൂമിൽ പോകണമെന്നാണ്. അത് കേട്ടപ്പോഴാണ് പ്രവീണിനും കൂട്ടർക്കും കുറച്ച് സമാധാനമായത്. അപ്പോൾ മുതൽ അവന്റെ മനസ്സിൽ ഒരു ചിന്തയും ഉണ്ടായിരുന്നുള്ളൂ, എന്തുകൊണ്ടായിരിക്കാം തന്നെ അവൾ കാട്ടിക്കൊടുക്കാതിരുന്നത് എന്ന്. അവൾക്ക് വേണമെങ്കിൽ സാറിനോട് പറഞ്ഞ് ഇവർക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് വാങ്ങി കൊടുക്കാമായിരുന്നു. അവളുടെ മനസ്സിൽ തന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരിക്കാം. അവൾ അങ്ങനെ ചെയ്തതെന്ന് കരുതിയിട്ട് പലതവണ അവളോട് സംസാരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്താ ശരിക്കും എന്നെ കാട്ടിക്കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് കനകയെ അവൻ മറ്റൊരു രീതിയിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവന്റെ മനസ്സ് നിറയെ അവളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവൾ അറിയാതെ അവളുടെ ബാഗിൽ നിന്നും അവളുടെ ഫോട്ടോ എടുക്കുന്നു. അവളുടെ അച്ഛന് മുടി വെച്ച് കൊടുക്കാൻ പറ്റിയ പല ഹോസ്പിറ്റൽസും ഉണ്ടെന്ന് അവളോട് പറയുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അവനോട് ദേഷ്യപ്പെട്ടു പോകുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് അവൻ പിറകെ പോകാൻ തുടങ്ങി. സ്കൂളിൽ വെച്ച് പല കാര്യത്തിലും അവൾ ചോദിക്കാതെ തന്നെ അവൻ പോയി അവളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതോടുകൂടി പതിയെ കനകയ്ക്കും അവനോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. ഒരു ദിവസം അവളാകട്ടെ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നു. തനിക്കൊരു നോൺ വെജ് ബിരിയാണി വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നു. നീ വെജിറ്റേറിയൻ അല്ലേ, പിന്നെ എന്തിനാ നോൺ വെജ് കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, വീട്ടിൽ അനുവദിക്കില്ല, പക്ഷെ എനിക്കിത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവനിത് വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ ഇത് മുഴുവൻ ഞാൻ കഴിക്കില്ല, നമുക്കിത് ഷെയർ ചെയ്യാമെന്ന് അവൾ പറയുന്നു. എങ്ങനെയാ ഇത് കഴിച്ചു തുടങ്ങേണ്ടത് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ ഒരു ഉരുള അവൻ നീട്ടുകയായിരുന്നു. അവളും അത് കണ്ട് പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്നാൽ പതിയെ അവൻ അത് താഴെയിട്ടു. നീ തന്നെ കഴിക്കാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഷെയർ ചെയ്ത് അത് കഴിച്ചു. പതിയെ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി മാറി. ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ ഒരു സ്റ്റാഫ് മരിച്ചത് കാരണം അവർക്ക് ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ അവധിയായിരുന്നു. കനകയുടെ കൂടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവീൺ ഒരു കള്ളം പറയുന്നു. തന്റെ അമ്മയുടെ പിറന്നാളാണെന്ന്, നീ വീട്ടിലേക്ക് വരണം, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന്. എന്നാൽ താൻ മാത്രം വന്നാൽ ശരിയാകില്ല, ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് കനക ബാക്കി എല്ലാവരും വിളിച്ചു. അവന്റെ അമ്മയുടെ പിറന്നാൾ അന്നല്ലഞ്ഞിട്ട് പോലും കനകത്തിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം ഒരു പിറന്നാളിന്റെ സെലിബ്രേഷൻ എല്ലാം അവിടെ നടത്തുന്നു. എന്നിട്ട് അവൻ കടയിൽ പോയി കുറെ ജ്യൂസും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. കനകയ്ക്ക് എല്ലാ ജ്യൂസും കൊടുക്കണമെന്ന് അവൻ അമ്മയോട് പറയുന്നു. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ഒരു ടൈപ്പ് കൊടുത്താൽ മതി എന്നും പറയുന്നു. കനകയോട് പ്രവീൺ കാണിക്കുന്ന ഈ അടുപ്പമെല്ലാം അവന്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഫ്രണ്ട്സിനെയും പറഞ്ഞു വിട്ടിട്ട് പ്രവീൺ ആകട്ടെ കനകയോട് കുറച്ചു നേരം കൂടി നിൽക്കാൻ പറയുന്നു. അമ്മയ്ക്ക് അത് ഒരുപാട് സന്തോഷമാകുമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കനക കുറച്ചു നേരം കൂടി അവിടെ നിൽക്കുന്നു. അവൾക്കും അവന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായി. അപ്പോഴേക്കും അവന്റെ അച്ഛൻ വന്നിട്ട് അവനെ വഴക്ക് പറയാൻ തുടങ്ങി. എന്തിനാ നീ വെറുതെ ഈ ജ്യൂസൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്നത്, എന്തിനാ കാശ് കളഞ്ഞതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇന്ന് അമ്മയുടെ പിറന്നാളല്ല അച്ഛ, അത് മറന്നുപോയോ, അതിന്റെ സെലിബ്രേഷനാണ് ഞാൻ നടത്തിയതെന്ന്. അവന്റെ അച്ഛനും ആകെ ഡൗട്ടായി. പക്ഷെ കനക നിൽക്കുന്നത് കാരണം അയാളൊന്നും പറഞ്ഞില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കനക അവിടെ നിന്നിറങ്ങി. അവന്റെ അച്ഛനും അമ്മയ്ക്കും പ്രവീണിന് കനകത്തിനോടുള്ള ഇഷ്ടമൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. അവളെ ഓട്ടോ കയറ്റി വിടാൻ അവൻ പോയപ്പോൾ അവളാകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് തനിക്കൊന്നും പറയാനില്ല എന്ന്. അവൾ ഓട്ടോയിലേക്ക് കയറിയതും നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവനും ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഓട്ടോയിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. പ്രവീൺ ആകെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയം അവൾ തല പുറകിലിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് 3 മൂവിയിലെ ധനുഷ് കാണിക്കുന്നത് പോലെ മുടി ബാക്കിലേക്ക് ആക്കില്ലേ, അതൊന്നും കൂടി കാണിക്കൂ എന്ന്. അവൾക്ക് അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരുന്നു പലപ്പോഴും അവൻ അത് കാണിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അന്നൊന്നും അവൾ അത് മൈൻഡ് ചെയ്തില്ല. ഇന്ന് അവൾ അങ്ങനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലും ഏകദേശം ഉറപ്പായി അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന്. അതിനിടയ്ക്ക് അവന്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കനകത്തിന് ഇഷ്ടമാണോ എന്ന്. എന്നാൽ അവൻ പറയുന്നത്, അവളോട് സംസാരിക്കുമ്പോഴും അവളുടെ രീതികൾ കാണുമ്പോഴും എല്ലാം എനിക്ക് അമ്മയെ തന്നെ ഓർമ്മ വരുന്നത് എന്നാണ്. അമ്മയെ പോലെ തന്നെയാണ് അവളും, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. എന്നെക്കാൾ കൂടുതൽ നീ കനകത്തെ സ്നേഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഒരിക്കലും അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നില്ല, പക്ഷെ അമ്മയുടെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ അവന്റെ അമ്മയ്ക്ക് വിഷമമായി. അവരാകട്ടെ ഉണ്ണികൃഷ്ണനോട് പറയുന്നുണ്ട്, നാളെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മകൻ നമ്മളെക്കാളൊക്കെ കൂടുതൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങും. എനിക്കത് ആലോചിച്ചിട്ട് തന്നെ വിഷമമാകുന്നു. ഞാൻ അവനെ അത്രയധികം സ്നേഹിച്ച വളർത്തിയത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, എല്ലാവരും അങ്ങനെ തന്നെയാണ്, നീയാണെങ്കിലും എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ നിന്റെ വീട്ടുകാരെ വിട്ടിട്ട് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പോൾ അവൻ സ്കൂളിൽ പഠിക്കുകയല്ലേ, ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു ചിന്തയും വേണ്ട എന്നാണ് ഉണ്ണികൃഷ്ണൻ അവരോട് പറയുന്നത്. അങ്ങനെ ഇവരുടെ +2 കൾച്ചറൽസ് പ്രോഗ്രാം നടക്കുകയാണ്. അത് സെക്രട്ടറി ആകട്ടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യനും. സ്റ്റേജിൽ കയറി ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഈ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് ഒരു സ്ലോട്ട് വാങ്ങണം. എന്നാൽ നിന്നെപ്പോലുള്ള പയ്യന്മാർക്കൊന്നും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനുള്ള പെർമിഷനും ഞാൻ തരില്ല എന്ന് സിദ്ധാർത്ഥ് പറയുന്നത്. അതോടെ സിദ്ധാർത്ഥും കൂട്ടരും
പ്രവീണും കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്കുതർക്കമായി. പക്ഷേ പ്രോഗ്രാമിന്റെ അന്ന് സിദ്ധാർത്ഥിനെയും കൂട്ടരെയും റൂമിലിട്ട് പൂട്ടിയ ശേഷം പ്രവീണും കൂട്ടരും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നു. ആ ദേഷ്യത്തിൽ സിദ്ധാർത്ഥ് പ്രവീണുമായിട്ട് വഴക്കിടാൻ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നം തീർക്കാൻ വന്നത് കനകയായിരുന്നു. കനകയോട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ഒരു പയ്യനല്ല ഇവൻ എന്ന്. ഇവന് പല പെമ്പിള്ളേരുമായിട്ട് ബന്ധമുണ്ടെന്ന് അവൻ പറയുന്നു. എന്നാൽ കനകയാട്ടെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, പ്രവീൺ ഏത് ടൈപ്പ് പയ്യനാണെന്ന് തനിക്കറിയാം എന്നാണ്. നീ എന്നോട് അത് പറയേണ്ട കാര്യമില്ല എന്ന് തീർത്ത് പറയുന്നു. ആ സമയം പോലും സിദ്ധാർത്ഥിന്റെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കനക പ്രവീണിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കനകയെ അവൻ പ്രണയിക്കാൻ തുടങ്ങിയതോടുകൂടി അവന്റെ രീതികളിലും സംസാരത്തിലുമൊക്കെ ഒരുപാട് മാറ്റമുണ്ടായിരുന്നു. മുൻപ് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടികളെ പോലെ ഒന്നും ആയിരുന്നില്ല അവന് കനക. അത് അവന്റെ ഫ്രണ്ട്സിന് മനസ്സിലായി. നീ മുമ്പ് സ്നേഹിച്ചിരുന്നതൊന്നും പ്രണയമായിരുന്നില്ല, ഇതാണ് നിന്റെ റിയൽ ലവ് എന്ന് അവന്റെ ഫ്രണ്ട്സ് പറയുന്നു. അതോടെ ധൈര്യം സംഭരിച്ച് അവൻ കനകയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവരുടെ ലാസ്റ്റ് എക്സാമിന് മുമ്പ് ഒരു ഫെയർവെൽ ഉണ്ടായിരുന്നു. അന്ന് അവൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന പോലെ അല്ല ഇന്ന്. നീ എന്റെ ലൈഫിൽ വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ലോങ് നീ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതോടുകൂടി അവൾ ആകെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല നിന്നെ ഞാൻ കണ്ടിരുന്നതെന്ന് അവൾ പറയുന്നു. നമുക്കിടയിൽ ഉണ്ടായിരുന്നത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. നീ അതിനെ മറ്റൊരു രീതിയിൽ കണ്ടതാണ്. എനിക്ക് നിന്നോട് ഒരു പ്രണയമില്ല, നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടു പോകുന്നു. അതോടെ ആകെ സങ്കടത്തിലായി അവൻ പകർന്നിരിക്കുന്നത് കണ്ടിട്ട് അവൻ ഫ്രണ്ട്സ് അവനെ ആശ്വസിപ്പിക്കാൻ വരുന്നു. ആ സമയത്താണ് അവന്റെ ഒരു ഫ്രണ്ടിന്റെ മുഖത്ത് അടി കിട്ടിയ പാട് അവൻ കാണുന്നത്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥം കൂട്ടരെ തന്നെ തല്ലിയതാണെന്നാണ് ആ ഫ്രണ്ട് പറയുന്നത്. കനക റിജക്ട് ചെയ്ത ദേഷ്യവും സിദ്ധാർത്ഥിനുള്ള ദേഷ്യവും എല്ലാം കാരണം പ്രവീൺ നേരെ പോയി സിദ്ധാർത്ഥിനെ അടിക്കുന്നു. പിന്നെ ഈ രണ്ട് കൂട്ടരും തമ്മിൽ വലിയ അടിയായി മാറി. രണ്ടുപേർക്കും നല്ല പരിക്കു പറ്റി. ഇതോടെ പേരൻസിനെ എല്ലാം പ്രിൻസിപ്പാൾ വിളിപ്പിച്ചു. പ്രവീണിന്റെ അമ്മയും അവിടെ വന്നു. പ്രവീണാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കമിട്ടതെന്ന് പറഞ്ഞ് അവനെ ടി സി കൊടുത്ത് പറഞ്ഞു വിടണമെന്ന് പ്രിൻസിപ്പാൾ പറയുന്നു. ഇതുപോലുള്ള പയ്യന്മാരെ ഇനി ഇവിടെ വെച്ചേക്കില്ല എന്ന് വെച്ച് പറയുന്നു. എന്നാൽ അവന്റെ അമ്മയാകട്ടെ പ്രിൻസിപ്പാളിനോടും സിദ്ധാർത്ഥിന്റെ പേരൻസിനോടും എല്ലാം കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. തന്റെ മകന്റെ ഭാവി നശിപ്പിക്കരുത്, അവനെ ടി സി കൊടുത്ത് പറഞ്ഞു വിടരുതെന്ന് അവർ കരഞ്ഞു പറയുന്നു. ഇവരുടെയൊന്നും കാൽ പിടിക്കേണ്ട എന്ന് പ്രവീൺ പറഞ്ഞെങ്കിലും അമ്മ അത് കേട്ടില്ല. ആ വിഷമത്തിലും സങ്കടത്തിലും അവർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. ആകെ ടെൻഷനിലായി എല്ലാവരും ചേർന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ് ഉണ്ണികൃഷ്ണനും അവിടേക്ക് എത്തി. സരോജയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അവരുടെ ഹാർട്ടിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു ചെറിയ സർജറി നടത്തണം. സരോജയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പ്രവീണാണെന്ന് ഉണ്ണികൃഷ്ണൻ അറിയാം. അയാൾ അവനോട് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ അമ്മയെ ഞാൻ വിവാഹം ചെയ്ത ശേഷം അവൾക്ക് ഒരു പോറൽ പോലും ഉണ്ടാകാതെയാ ഇത്രയും കാലം കൊണ്ടു നടന്നത്. നീ ഞങ്ങളുടെ ലൈഫിൽ വന്നത് അവളെ ഈ അവസ്ഥയിലാക്കാനാണോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇനി നീ അവളുടെ അടുത്ത് പോലും കണ്ടുപോകരുത്, അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നാണ് അയാൾ പറയുന്നത്. പ്രവീണിനും എല്ലാത്തിനും നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ ചിലവുകളും സരോജയുടെ കാര്യങ്ങളും എല്ലാം ഉണ്ണികൃഷ്ണൻ ഒറ്റയ്ക്കാണ് നോക്കിയത്. കയ്യിൽ ക്യാഷിന് കുറവ് വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണം വരെ എടുത്ത് അയാൾ പണയം വെക്കുന്നു. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞ് പതിയെ സരോജ വീട്ടിലെത്തി. സരോജയോട് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, വേറൊരു നായകളോടും ചോദിക്കണ്ട എന്ന്. അത് പ്രവീണിനെ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു അയാൾ പറഞ്ഞത്. പ്രിൻസിപ്പാൾ വീണ്ടും പ്രവീണിന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളാൻ, അവനെ ഇവിടെ എടുക്കുകയോ അത് പിരിച്ചുവിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ദയവ് ചെയ്ത് ഇവന്റെ കാര്യം പറഞ്ഞിട്ട് ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എന്നാണ് അയാൾ പറയുന്നത്. അവന്റെ പേരൻസ് പോലും അവന് കൈയൊഴിഞ്ഞ രീതിയിലായിരുന്നു സംസാരിച്ചത്. അതൊക്കെ കണ്ട് പ്രിൻസിപ്പാളിന് ദയ തോന്നിയിട്ട് അവരോട് പറയുന്നുണ്ട്, തൽക്കാലം നീ ക്ലാസ്സിൽ കയറിക്കൊള്ളാൻ. അത്രയും ദിവസം അവൻ ക്ലാസ്സിൽ വരാത്തത് കാരണം കനക കുറച്ച് വിഷമത്തിലായിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ എല്ലാവരും അവനോട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആരോടും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. കനക അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നിന്നെ ഇപ്പോൾ പ്രണയിക്കാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് ഓൾറെഡി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ലൈഫിൽ. നിന്നെ സംബന്ധിച്ച് നിനക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒരു ചിന്തയുമില്ല. മര്യാദ ഒരു എക്സാം പോലും പാസ്സാകുന്നില്ല. +2 പോലും നീ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെയാ പ്രണയിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ ഇത് കേട്ട് അവന്റെ ഫ്രണ്ട്സ് അവളോട് പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന്. നീ പറയുന്നത് കേട്ടാൽ തോന്നും ഇവൻ +2 പാസ്സായി കഴിഞ്ഞാൽ നീ അവനെ സ്നേഹിക്കുമോ എന്ന്. അവന്റെ കൂട്ടുകാർ അങ്ങനെ പറഞ്ഞത് കേട്ട് കനക അവനോട് പറയുന്നുണ്ട്, നീ +2 നന്നായി പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ പ്രണയിക്കുമെന്ന്. വീട്ടിലെത്തിയ അവനും ഇതെല്ലാം ആലോചിക്കുകയായിരുന്നു. ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കണമെന്ന് അവന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. എക്സാമിന് 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അവൻ തന്റെ ഫ്രണ്ട്സിനെല്ലാം വീട്ടിലേക്ക് വിളിച്ച് ക്യാമ്പയിൻ സ്റ്റഡി നടത്തുന്നു. അവന്റെ ഈ മാറ്റം അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ ട്യൂഷന് അവൻ പോയി. എന്നിട്ട് മനസ്സിലാകാത്ത ഡൗട്ടുകൾ ടീച്ചേഴ്സിനോട് പേഴ്സണലായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഇതെല്ലാം കണ്ട് അവന്റെ അമ്മയാകട്ടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, പ്രവീണിന്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ എന്ന്. എന്നാൽ അയാൾ തിരിച്ചു പറയുന്നത്, അവൻ ഇങ്ങനെയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നീ ഹോസ്പിറ്റലിലാകേണ്ടി വന്നു എന്നാണ്. അങ്ങനെ എക്സാം അടുത്തു. ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എക്സാം എഴുതണമെന്ന് പ്രിൻസിപ്പാളും പറയുന്നു. ഫസ്റ്റ് എക്സാമിന് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് അവൻ പോകാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞത്. അത് കേട്ട് ആകെ ടെൻഷനായി അവൻ എക്സാമിന് പോകാതെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അമ്മ പലതവണ പറഞ്ഞതാണ് പബ്ലിക് എക്സാം മിസ്സാകരുതെന്ന്. എന്നാൽ അവൻ അതൊന്നും കേട്ടില്ല. ഉണ്ണികൃഷ്ണനും വിവരം അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തി. എന്നാൽ ഡോക്ടർ പരിശോധിച്ച് പറയുന്നത് സരോജയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഗ്യാസ് കയറിയതാണ്, ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചതായിരിക്കും. സരോജ എഴുന്നേറ്റ് വന്ന് ഇവരോട് പറയുന്നുണ്ട്,
എന്റെ കാര്യം വിട്ടേക്ക്, അവന്റെ എക്സാം എങ്ങനെയെങ്കിലും എഴുതിക്കാൻ പറയുന്നു. അതറിഞ്ഞതോടുകൂടി ഉണ്ണികൃഷ്ണൻ അവനെ പെട്ടെന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് ലേറ്റ് ആയെങ്കിലും അവനെ അവർ എക്സാം എഴുതിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ അമ്മയുടെ അവസ്ഥയൊക്കെ ആയിരുന്നു കടന്നുപോയത്. അവന് എഴുതാന് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അവന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇതിനു മുമ്പൊക്കെ റിസൾട്ട് നോക്കാൻ പോകാൻ അവന് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കായിരുന്നു എപ്പോഴും താല്പര്യം. ഈ പ്രാവശ്യം അമ്മയോടൊപ്പം അവനും അച്ഛനും റിസൾട്ട് നോക്കാൻ പോകുന്നു. സ്കൂളിലെത്തുമ്പോൾ റിസൾട്ടിന് വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെയുള്ള ഒരു ബോർഡിൽ പ്രവീണിന്റെ ഫോട്ടോ അമ്മ കണ്ടത്. നീ എന്താണ് കാണിച്ചത്, ബോർഡിൽ നിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും പറയുന്നുണ്ട് ആ ഫോട്ടോ വെച്ചിരിക്കുന്നത് റാങ്ക് നേടിയ കുട്ടികളുടേതാണെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് പ്രവീണിന് 9th റാങ്ക് കിട്ടിയെന്ന്. പാസ്സാകുമെന്ന് പോലും ഉറപ്പില്ലാത്ത ആ ഒരു പയ്യൻ റാങ്ക് വാങ്ങിയത് കണ്ട് എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായി. പ്രവീണിനോട് എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നു. അച്ഛൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. തന്റെ മകനെ ആലോചിച്ച് അയാൾ അഭിമാനം കൊള്ളുന്നു. ആ സമയം കനക അവന് വേണ്ടി വെയിറ്റ് ചെയ്തു നിൽക്കുകയായിരുന്നു. അവൻ കനകയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ പാസ്സായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുമെന്ന് ഞാൻ കരുതിയില്ല. തന്റെ മനസ്സ് തുറന്ന് അവൾ ഇഷ്ടം പറയാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് പ്രവീൺ അവളോട് നീ ഇഷ്ടമൊന്നും പറയണ്ട എന്ന് പറയുന്നു. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് താൻ ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ചതെന്ന് അവൻ തുറന്നു പറയുകയാണ്. എക്സാമിന് മുമ്പുള്ള ദിവസം അവന്റെ അച്ഛൻ മദ്യപിച്ച് വന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചത് ഒരു പ്രണയകഥ ആയിരുന്നില്ല, അത് പ്രവീണിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അവൻ ജനിച്ച സമയത്ത് അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യം അയാൾ പറയുന്നുണ്ട്. തനിക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന്. എന്നെ പോലെ എന്റെ മകനും ആകരുത് എന്ന് കരുതിയിട്ടാണ് നിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ പഠിപ്പിക്കാൻ നോക്കിയത്. വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ആ ഒരു അവസ്ഥയിലൂടെ നീ കടന്നു പോകാൻ പാടില്ല. എല്ലാവരും ഞാൻ എങ്ങും എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അമ്മ മാത്രമാണ് എന്നെ വിശ്വസിച്ചത്. ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ മറ്റൊരാൾ എന്നെ വിട്ടിട്ട് പോയിട്ടും എനിക്ക് നല്ലൊരു സരോജയെ കിട്ടി. ഒന്നുമല്ലാതിരുന്ന എന്നെ ഈ ബേക്കറി മുതലാളെ ആക്കിയതും അവൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും വിദ്യാഭ്യാസമില്ലാത്ത ഒരു വേദന എന്റെ മനസ്സിലുണ്ട്. നീ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഞാൻ എപ്പോഴും നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലെ നീ ആകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ നിമിഷം തന്റെ അച്ഛന്റെ മനസ്സ് പ്രവീൺ കാണുകയായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് മറ്റാരും സ്നേഹിക്കില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ പ്രവീണിന്റെ കണ്ണു നിറഞ്ഞു. അതുകൊണ്ട് തന്നെയായിരുന്നു അവൻ കഷ്ടപ്പെട്ട് പഠിച്ചതും. അവൻ കനകയോട് പറയുന്നുണ്ട്, നീ +2 പാസ്സായെങ്കിൽ മാത്രമേ പ്രണയിക്കൂ എന്നാണ് പറഞ്ഞത്. പ്രണയത്തിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല. അങ്ങനെയുള്ളത് ഒരു റിയൽ പ്രണയവുമല്ല. പക്ഷെ നീ എന്റെ ലൈഫിൽ വന്നതോടുകൂടി പല കാര്യങ്ങളും ഞാൻ പഠിച്ചു. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്ന് അവൻ പറയുന്നു. അവളുടെ മുന്നോട്ടുള്ള ലൈഫിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അവൻ ചെല്ലുമ്പോൾ അമ്മ അവന്റെ ഫോട്ടോയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ആ ഒരു കൊച്ചു ഫോണിൽ അവർ 3 പേരിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവി എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി മൂവിയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം അക്ബർ.